നമസ്കാരം. കുറച്ചു മുമ്പ് വന്ന ഒരു കോടതിയിൽ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെടുന്ന ഒരു വാർത്ത കേൾക്കാം. വാർത്ത ആദ്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ജോസഫ് മാർ ഗ്രിഗോറിയസിനെ വാഴിക്കുന്ന ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിൽ വിശദീകരണം തേടിയിരിക്കുന്നു ഹൈക്കോടതി. സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജിയിന്മേലാണ് കോടതി വിശദീകരണം തേടിയത്. ഈ വാഴിക്കൽ ചടങ്ങ് ആരൊക്കെയാണ് സർക്കാർ പ്രതിനിധികളായി അവിടെ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ഇതിൽ വിശദീകരണം നൽകി ഇതിൽ കോടതിയുടെ നിലപാട്, സർക്കാരിന്റെ നിലപാട് തേടിയതിനു ശേഷമായിരിക്കും കോടതി ഇതിൽ തീരുമാനം പറയുക. ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് ഇത് നിയമവിരുദ്ധമായ നടപടിയാണ്. പരമോന്നത കോടതി വിധിയുടെ എതിരായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ തീരുമാനമെടുത്തത്. സംഭവം ഇതൊരു യാക്കോബായ സഭയുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധങ്ങളായ സഭകളുണ്ട്. അതിൽ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സഭയാണ് യാക്കോബായ സഭ. അവരുമായി ബന്ധപ്പെട്ട ഒരു ലെബനനിലെ ബെയ്റൂട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഈ വാർത്ത വളരെ സാധാരണമായി കേട്ടുപോകുന്നു. കാരണം ഈ വാർത്തയിൽ വിധിയൊന്നും വന്നിട്ടില്ല. ഇനി മറ്റൊരു വാർത്ത നമുക്ക് കേൾക്കാം. നിയുക്ത കർദിനാൾ ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ 7 ഇന്ത്യൻ പ്രതിനിധി സംഘം നാളെ യാത്ര തിരിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ 7 സംഘമാണ് വത്തിക്കാനിലേക്ക് പോകുന്നത്. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, രാജ്യസഭാ എം പി ഡോക്ടർ സപ്നം സിംഗ്, കൊടിക്കുന്നിൽ സുരേഷ് എം പി, ബിജെപി നേതാക്കളായ അനിൽ ആന്റണി, അനൂപ് ആന്റണി ജോസഫ്, ടോം വടക്കൻ എന്നിവരാണ് ഇന്ത്യൻ സംഘത്തിലെ അംഗങ്ങൾ. ഡെലിഗേഷൻ നാളെ വാറ്റിക്കാൻ പോകുന്നുണ്ട്. ഞാൻ, അനൂപ് ആന്റണി, അനിൽ ആന്റണി, സത്നാം സിംഗ് സന്ധുജി, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാവരും ഒരു ഡെലിഗേഷനായിട്ട് ജോർജ് കുര്യൻജിന്റെ ലീഡർഷിപ്പിൽ ഞങ്ങൾ നാളെ വാറ്റിക്കനിൽ പോകുന്നുണ്ട്. 7-ാം തീയതി വൈകുന്നേരം കേരളയിലെ പ്രിയപ്പെട്ട ഫാദർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കാർഡിനലായിട്ട് ഒരു ഓർഡിനേഷൻഷിപ്പ് സെറിമണിയാണ്. സെറിമണിയിൽ ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബെസ്റ്റ് വിഷസ് കൊടുത്ത് 2024 ഡിസംബർ 5-ാം തീയതിയാണ് ഈ വാർത്ത വരുന്നത്. ഈ ചടങ്ങിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടും കേരള സർക്കാരിന്റെ ഭാഗമായിട്ടും പങ്കെടുത്തിട്ടുണ്ട് ആളുകൾ എന്നാണ് എനിക്കറിയുന്നത്. അവരുടെ പ്രതിനിധി സംഘം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രത്യേക ചടങ്ങുകളിലൊക്കെ തന്നെ പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഇതൊരു സാധാരണ കാര്യമാണ്. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ, ആദ്യമായിട്ട് വാർത്ത അവതരിപ്പിക്കും, ഈ പറഞ്ഞ പോലെ SLC പരീക്ഷയ്ക്ക് പഠിച്ച പോലെയാണ്. ചില മാധ്യമപ്രവർത്തകർക്ക് പോലും ഇന്നലത്തെ കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും വിധി വരട്ടെ. വിധി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ കുംഭമേള നടത്തിയതിൻ്റെ വിജയത്തെക്കുറിച്ചാണ് അദ്ദേഹം തന്നെ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. ഓക്കെ, വിരോധമില്ല, നമ്മൾ വേറൊന്നും പറയുന്നില്ല. മൊത്തത്തിൽ ഇങ്ങനെ കണ്ടു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.